അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ ഒരു ഭ്രാന്തനെ പോലെ അലയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് അടുക്കാൻ പോലും ഉപ്പ സമ്മതിക്കുന്നില്ല. മാത്രമല്ല അളിയൻ എന്നെ രൂക്ഷമായി നോക്കുകയാണ്. താൻ വലിയൊരു തെറ്റ് ചെയ്ത രീതിയിൽ അവരെന്നെ ഒരു കുറ്റവാളിയാക്കി വച്ചിരിക്കുകയാണ്. എൻ്റെ റബ്ബേ, ഞാൻ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അവരോട്? എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ. അതെൻ്റെ പെണ്ണും അറിയും, അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മുഹ്സി അവൾക്കറിയാമെന്നെ. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ മുഹ്സി അവൾ എനിക്ക് കണ്ട് അവരുടെ മുമ്പിൽ നിന്ന് പറയിപ്പിക്കണം. അവൻ നേരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോരുന്നു. ഉപ്പ അവരെ നോക്കുന്നു. എങ്ങോട്ടടാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുതെന്ന്. നീ എന്താ വീണ്ടും വരുന്നത്? ആ കുട്ടി ഇടങ്ങാറാക്കാനോ? ഉപ്പ, എനിക്കും ചിലത് പറയാനുണ്ട്. നിങ്ങളതൊന്ന് കേൾക്കണം. നിങ്ങളത് കേട്ടേ മതിയാവൂ. കേൾക്കാതിരിക്കാൻ പറ്റും. നീ ഒന്ന് പോടാ സിനാനെ. ഇന്നൊന്നിലേയും കാണൽ തുടങ്ങിയതല്ല നിൻ്റെയും നിൻ്റെ ഉമ്മയുടെയും നാടകങ്ങളെയൊക്കെ. കുറേയൊക്കെ കണ്ട് സഹിച്ച് ക്ഷമിച്ച് എന്നെയും അങ്ങോട്ട് ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ നിൽക്കുകയല്ലായിരുന്നോ അവളും നീയൊക്കെ കൂടി? ഹേയ് ഉപ്പ, ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാത്തിനും ഉമ്മയൊരു മോനും ഉണ്ടല്ലോ. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, മുഹ്സിനായിട്ടുള്ള ബന്ധം കൊണ്ട് ഒഴിവാക്കും ഞാൻ. ഒരിക്കലും അവളെ നിനക്ക് നീ വിട്ടുതരില്ല. നിനക്കും നിൻ്റെ ഉമ്മാക്കും കുറച്ച് കഷ്ടപ്പെടുത്തൽ കുറച്ച് കൂടുതലാണ്. ദയവായി ഒന്ന് പോയി തരണം. എൻ്റെ മകനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം വെട്ടി കൊന്നേനെ. ബാപ്പ, എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സൊന്ന് കാണാൻ നിങ്ങളൊന്നും അല്പമെങ്കിലും ഒരു സമയമെടുത്തെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങളും. നീ ഒന്ന് പോടാ. നിൻ്റെ കാര്യങ്ങൾ കുറേ ഞാൻ കേട്ടുക്കണേ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞാൻ പറഞ്ഞിട്ടില്ല പല വട്ടങ്ങളിലേ. ആ കുട്ടിനെ കഷ്ടപ്പെടുത്തില്ലേ? നിങ്ങൾ കേട്ടോ? കേൾക്കൂല. രണ്ടും കണക്കാ. എൻ്റെ കൺമുമ്പൊന്ന് പോവാൻ എനിക്ക് നല്ലത്. ഉപ്പ ദേഷ്യപ്പെട്ടു. ഉപ്പ, നിങ്ങൾ ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോളി, നിങ്ങളെ തല്ലിക്കൊന്നോളി. പക്ഷെ എനിക്ക് പറയാറുള്ളൂ. നിങ്ങളൊന്ന് കേൾക്കാനൊന്ന് മനസ്സ് കാണിച്ചെങ്കിൽ. പോടാ സിനാനെ. വിളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട. ഉപ്പ ദേഷ്യത്തിൽ തന്നെയാണ്. ഒരിക്കലും ഉപ്പ അവന് സപ്പോർട്ടായി നിന്നതേയില്ല. അവളുടെ ആങ്ങള വരുന്നു. സത്യം പറഞ്ഞാൽ അളിയൻ ആദ്യം നല്ലൊരു മനുഷ്യരായിരുന്നു. പക്ഷെ പെങ്ങൾക്ക് ഈ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടുകൂടി അളിയൻ്റെ സ്വഭാവം മാറി തുടങ്ങി. സിനാൻ അവിടെ നിൽക്കുന്നു. അവനെ അല്പം പോലും വകവെക്കാതെ അവൾക്കുള്ള മരുന്നുമൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അതാ നഴ്സ് വിളിക്കുന്നു. മുഹ്സിനയുടെ കൂടെ പേഷ്യന്റിന് അല്പം കുറവൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ഇതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ? ബ്ലഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെയ്തിട്ട് ലെവലായതിനു ശേഷം പോകാം. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് അല്പം കൂടി വൈകും ഒരു പക്ഷേ. ഉപ്പ പറഞ്ഞു എല്ലാം ചെയ്തോളൂ, എല്ലാ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തോളൂ. എല്ലാത്തിനും റിസൾട്ട് വാങ്ങി അതിനുള്ള മരുന്നും കിട്ടിയിട്ട് കുട്ടിനെ പറഞ്ഞയച്ചാൽ മതി. ധൃതിയില്ല. ഉപ്പ അല്പം ശബ്ദത്തിൽ തന്നെയാണ് അത് പറഞ്ഞു. ഓക്കെ സർ. മുഹ്സിനയുടെ ആങ്ങളോയും ഉപ്പയുമായി അതാ സംസാരിക്കുന്നു. ഉപ്പ കാര്യത്തിൽ തന്നെ പറയുന്നു. എൻ്റെ മകനായതുകൊണ്ട് പറയുന്നില്ല. തെറ്റ് ചെയ്താൽ ആരാരും ശിക്ഷിക്കപ്പെടണം. പിന്നെ തെറ്റ് ചെയ്തവൻ്റെ കൂടെ എനിക്കിനി നിങ്ങളെ മകളെ നിർത്താൻ താല്പര്യമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും പുതിയ തെറ്റുകൾ വരും. ഇതിപ്പോൾ എന്തൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ അവൾക്ക് വരുന്നത്. അതുകൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങൾ എൻ്റെ പെങ്ങളെ കൊണ്ടുപോയിക്കോളാം. ഞാൻ അവളെ നോക്കിക്കോളാം. എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിച്ചെങ്കിലും. ഹേയ്, അതൊന്നുമല്ല. അവൾക്കുള്ള ഫുള്ള് ചിലവിൻ്റെ ക്യാഷും ഞാൻ അങ്ങോട്ട് തരും. അത് അല്ലാതെ അവളെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അതെൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഞാനാണ് ഈ വിവാഹത്തിന് വേണ്ടി മുൻകൈ എടുത്തത്. അതായത് അറബിയമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എൻ്റെ മകൻ്റെ സ്വഭാവം കൊണ്ടും എൻ്റെ ഭാര്യയുടെ സ്വഭാവം കൊണ്ടും ഇങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ മകൾക്ക് ബുദ്ധിമുട്ട് പറ്റിയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഒരിക്കലും പാടില്ല. പറ്റേണ്ടത് എന്തൊക്കെ തന്നെയാലും പറ്റിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങളെ മോൾക്ക് ഒരാപത്തും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതിനുവേണ്ടി എത്ര തന്നെ നഷ്ടപരിഹാരം തരാൻ ഞാൻ തയ്യാറാണ്. അത് മാത്രമല്ല, അവൾക്കുള്ള എല്ലാ ചെലവും ഞാൻ നിർവഹിക്കും. അത് ആ കറക്റ്റ് സമയത്ത് അവളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാഷായി വരും. അവൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഹേ, അതൊന്നും വേണ്ട.
നിങ്ങൾ ഡൈവേഴ്സ് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം. സിനാൻ അത് കേട്ടുകൊണ്ട് അതാ വരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഡൈവേഴ്സിൻ്റെ? സിനാനെ പോടാ പുറത്ത്, ഉപ്പ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവളുടെ ആങ്ങളെയോ, സിനാൻ, നിങ്ങളെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടാണ് എൻ്റെ പെങ്ങളെ നിങ്ങൾക്ക് തന്നത്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ദയവായി ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുമോ? ദയവായി പ്ലീസ് ഒന്ന് പോയി തരുമോ? അദ്ദേഹം കണ്ണീരോടെയായിരുന്നു അത് പറഞ്ഞത്. അളിയ, എൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. അത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം പ്ലീസ്. നിങ്ങൾ എന്താ ഇങ്ങനെ? ഞാൻ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുമോ? എനിക്ക് അവൾ എന്ത് ഇഷ്ടമാണ് നിങ്ങൾക്കറിയോ? പോടാ, ഇങ്ങനെ പല അളവുകളുമായിട്ട് നീ വീണ്ടും വരുന്നുണ്ട് അല്ലേ? ദയവായി എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കരുത്, അപേക്ഷയാണ്. ഞാൻ കാലം എനിക്ക് പിടിക്കാം. ഒരിക്കലും ഒരാളെ ചീത്ത പറയണ ഉപദ്രവിക്കുന്നത് എനിക്ക് ആഗ്രഹമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അളിയ, ഉപ്പ, എനിക്ക് ചെറുത് പറയാണ്ട്, ദയവായി ഒന്ന് പോയി തരണം പ്ലീസ്. കേൾക്കാൻ താല്പര്യമില്ല. അളിയൻ അത് പറഞ്ഞൊഴിഞ്ഞു. നേരെ അതാ മോൾട്ടിയുടെ അടുക്കലെത്തുന്നു സിനാന്. മോൾട്ടിത്താ, എൻ്റെ മനസ്സറിയാനും കാണാനും ആരുമില്ല എനിക്ക്. നിങ്ങളെൻ്റെ പെങ്ങളാണല്ലോ. പെങ്ങളെന്നുള്ള നിലക്ക് ഞാൻ പറയാണ് സിനാനെ, ഇനി ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. പറ്റുള്ളൂ പറ്റിക്കഴിഞ്ഞു. ഇനി സാരല്ല, ഓളെ കൊണ്ടേക്കോട്ടെ ഓളെ വീട്ടിക്ക്. അതായിരിക്കും നല്ലത്. നമ്മളെ വീട്ടിലാണെങ്കിൽ കാലാകാലം പണിയായിരിക്കും. അവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തും നമ്മളെ ഉമ്മ. അതുകൊണ്ട് ദയവായി എൻ്റെ കുട്ടി അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളി. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്താത്ത പ്ലീസ് അത് പറയരുത്. എനിക്ക് അവളില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയൂല. ഞാൻ ഒരിക്കലും അതിനെനിക്ക് കഴിയില്ല. എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത്താത്ത, എൻ്റെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കണം. മുഹ്സി, അവൾക്ക് അവളുടെ ബോധം ശരിയായെങ്കിൽ, അവൾ ശരിക്ക് ഉണർന്ന അവസ്ഥയിലാണെങ്കിൽ എൻ്റെ ആഗ്രഹം ആഗ്രഹമല്ല, എൻ്റെ നിരപരാധിത്വം എനിക്കൊന്ന് തെളിയിക്കണം അവളുടെ മുമ്പിൽ വെച്ച്. അതിനൊരു അവസരം മാത്രം മതി. പിന്നെ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളാം, എങ്ങോട്ട് വേണമെങ്കിലും. സിനോ, എടാ, അത് പറ്റും തോന്നില്ല. അതെന്താ? അല്ല, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പിപ്പോൾ കിടക്കണത്. ഇല്ല മോൾട്ടിത്താ, ഞാൻ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. എനിക്കത് തെളിയിച്ചാൽ മതിയാവും. ഞാൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കണം. അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഉപ്പ അടുപ്പിക്കുന്നില്ല എന്നെ അങ്ങോട്ട്. അങ്ങനെ അതാ മോൾട്ടി നേരെ ഉപ്പയുടെ അടുക്കലേക്ക്. ഉപ്പ. എന്താ മോളെ? ഉപ്പ, സിനു പറയുന്നത് നിങ്ങൾ കേട്ടോ? എനിക്ക് അവൻ്റെ ഒരു വർത്താനം കേൾക്കണ്ട. അല്ലപ്പ, അവൻ പറയുന്നത് അവൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല. അവന് നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏത് കുറ്റവാളികളായാലും അതിനൊരു ചാൻസ് കൊടുത്തൂടെ? അവൻ എന്താ പറയാനുള്ളത് കേൾക്കാൻ? മോൾട്ടി, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, പല വട്ടങ്ങളിലായിട്ട് ഇത് നമുക്ക് അനുഭവപ്പെട്ടതാണ്, പല രീതിയിലും. നിനക്കറിയാലോ നിൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം. അവർ രണ്ടുപേരും എപ്പോഴും സെറ്റായിരിക്കും. അല്ല ഉപ്പ, പ്ലീസ്, അവൻ്റെ ഒരു ഭാഗം നമുക്ക് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് അവനക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുക. എന്തായാലും ഓനൊരു മനുഷ്യനല്ലേ. അത്രക്കും കരഞ്ഞു പറയുമ്പോൾ എനിക്ക് തോന്നാ അവന് കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാനും കുറ്റവാളിയെല്ലാം തെളിയിക്കാനും പല അടവുകളും എല്ലാ കള്ളന്മാരും പഠിക്കും. അതിലൊരു കള്ളൻ തന്നെയാണ് എൻ്റെ മകൻ സിനാന്, അതായത് നിന്റെ ആങ്ങള. എന്തേ? ഉപ്പ പ്ലീസ്, ഒരിക്കൽ കൂടി, ഇനി പറയില്ല, ഒരിക്കൽ മാത്രം. അവൾ കേണപേക്ഷിക്കുന്നു. അവളുടെ ആങ്ങളയുടെ അടുക്കലേക്ക് അതാ മോൾട്ടി പോകുന്നു. അതെ നോക്കി, പിന്നെ എൻ്റെ ആങ്ങള സിനാന് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് അവളുടെ മുമ്പിൽ പറയണം. എന്തിന്? എൻ്റെ പെങ്ങൾ ഇത്രക്കും കഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് മതിയായില്ലേ? എന്ത് കാര്യത്തിനാ കുട്ടി നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തണത്? ഇന്നൊന്നിനെയും തുടങ്ങിയതില്ല, ഒരുപാട് ദിവസമായാലും ഇത് തുടങ്ങിയിട്ട്. എന്തിനെ? ഇനി അവനെ കാണണ്ട, അവർ തമ്മിൽ കാണാതിരിക്കണം നല്ലത്. അവൻ്റെ മുഖം കണ്ട ഒരുപക്ഷെ അവള് വേണ്ട, പ്ലീസ് ദയവായി ഇതൊന്നും പറയരുത്. ഇനി അതൊക്കെ അങ്ങ് മറക്കുക. അവനെങ്ങനെ അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. അവന് വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ, അവളെ കൂടെ ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ദയവായി എൻ്റെ പെങ്ങളോട് നിങ്ങൾ പറയരുത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് അത് മോൾട്ടിയോട് പറഞ്ഞത്. തൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു എന്ന് കണ്ട മോൾട്ടി നേരെ സിനാൻ്റെ അടുക്കലേക്ക്.
സിനാൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. മോൾട്ടിത്ത എന്തു പറഞ്ഞു? എന്തെങ്കിലും? ഇല്ലടാ മോനെ, നീ പോയിക്കോ, നീ വീട്ടിലേക്ക് പോയിക്കോ. നിനക്ക് എവിടെയും സ്ഥാനമില്ല. ആരും സമ്മതിക്കൂല നിന്നെ ഹോസ്പിറ്റലിനകത്തേക്ക് കടത്താൻ. എന്നെ എന്നെ എനിക്ക് മുഹസി അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, അവൾ പറയും എല്ലാം. പൊന്നാര ചക്ക, ഈ പോയിക്കോ, എനിക്കിവിടെ സ്ഥാനമല്ല. അന്നെ തല്ലി കൊല്ലണതിന് മുമ്പ് ഈ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എവിടേക്കെങ്കിലും. സിനാൻ്റെ രക്തം തിളച്ചു തുടങ്ങി. അവനവൻ്റെ ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് കയറ്റി വെച്ചു. അവൻ്റെ കണ്ണുകളിൽ തീ പാറുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. അവൻ നേരെ മോൾട്ടിത്തിയുടെ മുഖത്ത് നോക്കി. ഇത്താ, സിനാൻ്റെ രക്തം തിളക്കുകയാണ്. എല്ലാം എനിക്ക് തെളിയിക്കണം. ഞാനല്ല കുറ്റവാളി എന്നത് എനിക്ക് തെളിയിക്കണം. എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞുണ്ടാക്കിയത് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സിനാന് എന്തെങ്കിലുമൊക്കെ ആയിട്ടേ വരുള്ളൂ. അവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ദേഷ്യം പിടിച്ച് അതാ ഇറങ്ങിപ്പോകുന്നു. അവൻ്റെ കണ്ണുകളാകെ ചുവന്നിരിക്കുന്നു. ശരിക്കും മോൾട്ടിക്ക് പേടിയായി. പഠിച്ചോനെ, ഇവനിനി എന്തിനുള്ള പുറപ്പാടാ റബ്ബേ? പഠിച്ചോനെ നീ കാക്ക്. നേരെ അതാ സിനാൻ പോയത് മറ്റെവിടേക്കുമല്ലായിരുന്നു, അവൻ്റെ വീട്ടിലേക്കായിരുന്നു. അടുക്കള വാതിൽ വഴി അവനതാ വാതിൽ ചവിട്ടി തുറന്ന് കടക്കുന്നു. സിനാനെ, എന്താടാ വാതിൽ ചവിട്ടി പൊളിക്കണേ? വാതിൽ ചവിട്ടി പൊളിക്കുക മാത്രമല്ല, വീട് വരെ കത്തിക്കേണ്ട അവസ്ഥയായിരിക്കും. എന്താടാ എനിക്ക് ഭ്രാന്ത് ഉണ്ടോ? ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോടാ, എൻ്റെ ഭ്രാന്ത് ഇവിടെ പറ്റൂലെന്ന്. ആ പെണ്ണിനെ നഷ്ടപ്പെട്ടോടുകൂടി എനിക്ക് ഭ്രാന്ത് ഇളകില്ലേ? എന്താ ഈ സാധനം? അല്ല സിനാനെ, ഇവിടെ ഒരുത്തിയുണ്ടല്ലോ ഷാഹിന, അവളാണ് നിന്റെ ഭാര്യ, അല്ലാതെ മുഹ്സിനെയല്ല. അവളവിടെ ഒഴിവാക്കിയേക്ക്. വേണ്ട. ഇവിടെ ഒരാളുണ്ടല്ലോ. ഉമ്മ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എൻ്റെ പെറ്റുമ്മയായി പോയി. അല്ലെങ്കിൽ എന്താടോ കൊന്നോ? അല്ലെങ്കിൽ ഇപ്പം എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നല്ലേ. ആദ്യ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. എന്തൊക്കെ അതേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. അതിനപ്പുറത്തേക്കുമായിട്ട് റഷീദ് പറയൂല. ഉമ്മ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ കൊന്നൂടായിരുന്നു? ഉമ്മ, എന്നെ കൊന്നാൽ മതിയായിരുന്നില്ല. എന്തിനാ ഞാൻ എന്തിനു ദുനിയാവിൽ ജീവിക്കുന്നത്? എടാ, അനക്ക് ആ പെണ്ണ് പോയ വേദനല്ലേ? സത്യം പറഞ്ഞോ? അല്ലാതെ പോ. എനിക്കറിയാം. മുഹ്സിന എന്ന് പറഞ്ഞാൽ തലയിൽ നിലത്തും വെക്കാതോ അങ്ങനെ കൊണ്ടെടുക്കേന്. പാത്രം കഴുകുമ്പോൾ ഒപ്പം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒപ്പം, മുറ്റടിച്ച് വാരുമ്പോൾ ഒപ്പം. കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിരുന്നു. എന്തൊക്കെ തന്നെയാലും കാര്യങ്ങളാണ് ശരിയായി. എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഒരു വെട്ട് കിട്ടിയതുകൊണ്ട് പറയാൻ എനിക്കൊരു ഏതുമായി. എല്ലാവരോടും എന്നെ പറഞ്ഞത് മറ്റുള്ളപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവളെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പണി തന്നെയാണ്. അതാ ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ഉമ്മ ആരോടാ പറഞ്ഞത്? ഞാൻ എല്ലാവരോടും പറഞ്ഞു. എനിക്കെന്താ പറഞ്ഞു വിചാരിച്ചിട്ട്? ഉമ്മ, പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ എന്താണ് യാഥാർത്ഥ്യം. പഠിച്ചോനെ വിശ്വാസമുള്ള ഒരാള്. ഇമ്മ പറഞ്ഞത് കേൾക്കൂല, പെണ്ണുങ്ങൾ പറഞ്ഞത് നല്ലോണം കേൾക്കും. അതാണ് ഇപ്പോൾ പഠിച്ചോനെ വിശ്വാസമുള്ള ആളത്. അതേ, ഉമ്മാർക്കും കുറച്ച് കടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അതിന് അങ്ങനല്ല, എൻ്റെ ഇഷ്ടം പോലെ ഈ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞൊന്നും ഈ കേൾക്കണില്ല. എന്താ ഞാൻ കേൾക്കാത്തത്? ഉമ്മക്ക് തറവാടിൽ പിറന്ന പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. എന്നിട്ടെന്താ എത്ര ദിവസമുള്ളപ്പം കിടന്നു? അതും കൂടി പറ. ഓനക്ക് എപ്പോഴാണ് ഉണങ്ങി ചപ്പിച്ച മുഹ്സിനെ? അത് മാത്രമേ ഓനെ തൊള്ളിയിലുള്ളൂ. ഇത്രയും തൊലിവെളുപ്പും കാണാൻ ഭംഗിയും തറവാടും സ്വത്തുള്ള പെണ്ണിൻ്റെ ഒപ്പം ഒന്ന് ഇരിക്കുകയെ വർത്താനം പറയേ ഒന്ന് കിടന്നുറങ്ങിയേ ഒന്നും ഓൻ ചെയ്യണില്ല. ഓനങ്ങനെ ഒരു പ്രതിമനം പോലെ കൊണ്ടുവന്ന് നിർത്തിക്കണ് ഓളവിടെ. സിനാനെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. റബ്ബേ, ഈ ദുനിയാവ് എനിക്ക് നരകാണ്. എവിടെയും സ്വൈര്യമില്ല. ഇവിടെ ഉമ്മാൻ്റെത്, അവിടെ ഉപ്പ, അളിയനെ, എൻ്റെ മുഹ്സിയെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല റബ്ബേ. അവൻ ഉറക്കെ കരയണമെന്ന് തോന്നാണ്. സിനാനെ, എൻ്റെ ഭ്രാന്ത് ഇവിടെ നടത്തിയാലുണ്ടല്ലോ. അവൻ കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയുന്നു. സിനാനെ, ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ ഞാൻ ഇപ്പം ജയിലിൽ കൊണ്ടുപോയിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ഭ്രാന്ത് അടങ്ങി ഒതുങ്ങി ഈ പെണ്ണിൻ്റെ ഇപ്പം ഇവിടെ നിന്നോ, അതാ എനിക്ക് നല്ലത്. ഉമ്മ ദേഷ്യത്തോടെ പുലമ്പുകയാണ്. ഉമ്മ, എനിക്കറിയാം ഞാനും മുഹ്സിനെയും ജീവിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അകറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള നെയ്യത്ത്. അത് നടന്നല്ലോ, പോരെ? സന്തോഷമായില്ലേ? സന്തോഷമായി. എനിക്ക് നല്ല പെരുത്ത് സന്തോഷമായി. അതന്നെ ഞാൻ ആഗ്രഹിച്ചതേനു.
ഓ എന്തായിരുന്നു ഓലൊരു കൊഞ്ചലും കുഴയലും ടൂറും. ഇപ്പം എനിക്ക് സന്തോഷമായി. ഇഞ്ഞേ എൻ്റെ കൂടെ നിർത്തൂല ഈ പെണ്ണിനിപ്പം പുറത്തുവെച്ച് വേണമെങ്കിൽ. അല്ലാതെ ഓളും തേടി നടഞ്ഞാലേ അങ്ങനെ ഭ്രാന്തനായി നടന്നോണ്ടി പിന്നെ ഈ വീട്ടിക്ക് റഷീദ് കയറ്റൂല കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട. തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിന തന്നെ വിട്ടു പോകും, അതവനിക്ക് ഉറപ്പായി. ഇനി ഒരിക്കലും അവളെ എനിക്ക് കാണാനോ ഒന്ന് സംസാരിക്കുവാനോ പറ്റില്ല എന്നുള്ള കാര്യം അതാ സിനാനെ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു. അവനൊരു ഭ്രാന്തനെ പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഉമ്മാ, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ നോക്കിക്കോളി. എന്നെ നിങ്ങൾ വെറും ഒരു കള്ളനാക്കിയില്ലേ, കുറ്റവാളിയാക്കിയില്ലേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എടാ പോടാ ചെക്ക അവിടുന്ന്. എൻ്റെ ഒരു മോങ്ങല്. ഉമ്മ, ഈ കണ്ണീരിനും വിലയുണ്ട്. ഓ, അല്ലെങ്കിൽ ഇങ്ങനെ മക്കളെ കണ്ണീര് ഉമ്മാർക്ക് തെറ്റല്ലേ ഈ പറഞ്ഞിട്ടാല്? ഉമ്മ, സത്യസന്ധമായി ഞാൻ പറയുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ നിങ്ങളതൊക്കെ കളവാക്കി മാറ്റാണ്. ഈ കണ്ണുനീര് കൂടെയാണ് ഞാൻ ഈ പടിയിറങ്ങുന്നത്. ഞാൻ നിങ്ങോട്ട് ചവിട്ടൂല. ഓ, ഈ വരണ്ടടാ. ആ പെണ്ണ് പോയി എന്നെ കേസ് കൊടുക്കും. അപ്പം എന്തായി തീരും? ആയിക്കോട്ടെ, എല്ലാവരും കൂടി എന്നെ കൊന്നോളി, എന്നെ അങ്ങ് തല്ലിക്കൊന്നോളി. അനക്കൊന്നുമല്ല, ആ പെണ്ണ് പോയ സങ്കടമാണ്. എന്താന്നില്ല, ഞാനും എന്നെ കാത്തുന്നത്. എൻ്റെ ജീവിതത്തിക്ക് ഒരിക്കലും മുഹ്സിൻ ഇനി വരൂല. ഞാനാ പറയണത്. ഒരിക്കലും അവളെ കൂടെ ഈ ജീവിക്കണേ എനിക്ക് ഇഷ്ടമില്ല. അതേ, അന്നങ്ങനെ ഞാൻ വിളിച്ചു കൊടുന്നില്ലല്ലോ. റിസോർട്ടിക്ക് പോകുമ്പോൾ അവിടേക്കും പോകില്ല എന്നുണ്ട്. എന്താ അതിലെങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാലേ പിന്നെ അതിന് പേര് ഇവിടെ നിൽക്കേണ്ടി വരും. ഓളെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വേലക്കാരത്തെ നിൽക്കട്ടെ. അല്ലെങ്കിലേ എവിടെങ്കിലും പോട്ടെ. ഇവിടെ ഒരു മരുമകളായി നിൽക്കാമെന്ന് ഞാൻ സമ്മതിക്കൂല. എന്താ റഷീദ് അത്ര മോശക്കാരിയാ? റഷീദാന്റെ മകന്റെ ഭാര്യ ആ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ആ പെണ്ണ് എനിക്ക് പറയാനും കേൾക്കാനൊക്കെ കുറച്ചിലുണ്ടായിരുന്നു. ഉമ്മ, എല്ലാ മനുഷ്യന്മാരാണ്, അത് നിങ്ങൾ മറക്കരുത്. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ല. ഓള് പോരാ ആള്. എനിക്കങ്ങോട്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ വേലക്കാരെ ഇവിടെ നിന്നോട്ടേന്ന്. അപ്പോൾ തന്നെ എൻ്റെ പണിയില്ലടാ. ഓലക്കൊടി വെട്ടിനോടത്തുനിന്ന് കത്തിയും വാങ്ങി. എനിക്കറിയാം സംഭവം. ഈ തന്നെയാണ് ഓളെ വെട്ടിയത്, വേറെ ആരുമല്ല. എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെ ലക്ഷ്യമാണ്. ഉമ്മ, നിങ്ങൾക്ക് വേണ്ടിയാണ് 1.5 മാസത്തോളം ഓളോട് ഞാൻ ശരിക്കും സംസാരിക്കാതെ നിന്നത്. അവളെ അല്ലാതെ ഇഷ്ടമല്ലായിട്ടല്ല, എൻ്റെ ഹൃദയം തേങ്ങായിരുന്നു ഉമ്മാക്ക് വേണ്ടിയും. ഓ, അപ്പം എന്നെ അഭിനയിക്കായിരുന്നില്ലേ? മുഹ്സിനയ്ക്ക് വിളിക്കാതൊക്കെ അഭിനയിക്കുക. ഓ, അഭിനയിക്കുക എൻ്റെ മോൻ ഉഷാറാണല്ലോ. അല്ല, എന്നിട്ടിപ്പോൾ ഈ പെണ്ണിനെപ്പം എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതും കൂടി പറ. അത് ഞാൻ പറയൂല. എന്നിട്ട് വേണം. ഓ, പറയണ്ട. എന്നാലും അസ്തല് പെൺകുട്ടി തന്നെയാണ്. ഓളെ വീട്ടിക്ക് 8 ദിവസം നിൽക്കാൻ പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞെന്തോ, വേണ്ട ഉമ്മ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇവിടെ നിന്നോട്ടെ. സിനാനെ, എൻ്റെ വിളച്ചിലിൻ്റെ അടുത്ത് എടുക്കല്ലേ. ഇജി എവിടെ പോയാലും എവിടെ വരെ പോകുമെന്ന് എനിക്ക് റഷീദാക്ക് നന്നായിട്ട് അറിയാം. ഇജി അങ്ങനെ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി കറങ്ങി നടക്കുന്ന ചെക്കനല്ല. എന്നോട് അവസാനമായി ഒരിക്കൽ കൂടി ഒരു വാക്ക് എൻ്റെ പെറ്റ തള്ള എന്നോട് പറയണയൊന്ന് കേട്ടോ. മര്യാദക്ക് ഇവളെ കൂടെ ഇവിടെ അടങ്ങി ഒരുങ്ങി നിന്നോ. അല്ലാതെ മുഹ്സിന മറ്റേ ഇനാന്ന് പറഞ്ഞിട്ട് ഓളെ പിന്നാലെ നടക്കാൻ നിൽക്കണ്ട. ഓളെ കൊണ്ടോയിക്കോട്ടല്ലോ വീട്ടിക്ക്. അതിനെക്കുറിച്ച് ചിന്തിക്കന്നെ വേണ്ട. അനക്കെന്താ ഇവളെ പറ്റൂലേ? എന്തൊരു മൊഞ്ചത്തി കുട്ടിയാണത്. ഞാൻ എൻ്റെ മോനായതുകൊണ്ട് ഒരിക്കൽ കൂടി പറയണേ, ജി അവിടെയും ഇവിടെയും തെണ്ടി തിരിഞ്ഞ് നടന്ന് വല്ല മാനസിക രോഗിയായി നിൽക്കണ്ട. അതിനേക്കാളും നല്ലതാ ഇവളെ കൂടെ ഇവിടെ പാർത്തോ. മറ്റോളെ കുറിച്ചുള്ള ചിന്ത വിട്ടാളാ. ഉമ്മ, സിനാന് അത് കഴിയില്ല. എന്ത്? മുഹ്സിനെ ഇല്ലാതെ ജീവിക്കാൻ സിനാന് കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മുഹ്സിനെ മാത്രമാണ്, അല്ലാതെ മറ്റൊരു. അപ്പോൾ ഇവളെ നീ കെട്ടിക്കൊണ്ടുവന്നില്ലടോ? എന്തായാലും വേണ്ടില്ല, എനിക്ക് മുഹ്സിനെ മതി. ഓഹോ, അപ്പം എന്നെ പറ്റിക്കാൻ കൊണ്ടുവന്നതാണോ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മുഹ്സിൻ എൻ്റെ ജീവിതത്തിൽ വേണം, അല്ലാതെ സിനാനൊരു ജീവിതമില്ല. ഓ, എന്നെ മോനെ ഇറങ്ങിപ്പോയിക്കടാ. ഇവിടെ നിൽക്കാത്ത നല്ലത്. ഓളെ പിന്നാലെ തന്നെ പോയിക്കോ. അവളുടെ ആങ്ങളുടെ അടുത്തുനിന്ന് ഉമ്മാൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന അടിയൊക്കെ വാങ്ങിക്കൊണ്ടേ ഇറങ്ങിപ്പോടാ. ഉമ്മ അവനെ പുറത്താക്കി അതാ വാതിലടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒന്ന് പോടാ, പോ. ഈ പരിസരത്ത് ഈ വന്നു പോരുത്, പോടുന്നു. ഓനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഓളൊപ്പം നിൽക്കാൻ ഒഴിവില്ല. മറ്റോളെ മനസ്സിലും വെച്ചങ്ങനെ നിൽക്കുക. ഇറങ്ങിപ്പോടുന്ന്.
ഇങ്ങോട്ട് പടി ചവിട്ടരുത്. എന്നാണ് ഞാൻ മുഹ്സിനാനെ ഒഴിവാക്കി ഇങ്ങോട്ട് കയറണം, അന്നിട്ട് കയറിയാൽ മതി. സിനാനെ ഉമ്മ വാതിലടച്ച് പുറത്താക്കി. അവൻ തലയിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ടിറങ്ങി. മുഹ്സിന, ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ മാത്രമേ. എനിക്ക് ആരുമില്ല. നിൻ്റെ കൂടെയുള്ള ജീവിതമാണെങ്കിൽ എനിക്ക് മതി, അല്ലെങ്കിൽ ജീവിതം എനിക്ക് വേണ്ട. എനിക്കതിന് താല്പര്യമില്ല. ഉമ്മ പറഞ്ഞതനുസരിച്ച് നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഈ സമയം അപ്പോഴേക്കും അതാ മുഹ്സിനയുടെ ഉമ്മയുടെ ഫോണിലേക്ക് സിനാൻ്റെ ഉമ്മയുടെ കോൾ വരുന്നു. ആ താത്ത, എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട്? ആ എന്താപ്പോൾ സുഖമെന്ന് പറയാനായിട്ടൊന്നുമില്ല. അവർക്ക് ബ്ലഡിലൊക്കെ എന്തൊക്കെ ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിർത്തുകയാണ്. തന്നെ എന്നാലും എൻ്റെ മോന് കാട്ടൊരു പണിയില്ലേ. വല്ലാത്തൊരു ചെക്കനാണോ. ഞാൻ പെറ്റുപോയി, അല്ലേ അടിച്ച് ഞാൻ കൊന്നീന് ചെക്കനെ. അത്രയ്ക്ക് എനിക്ക് വെറുത്ത് പോയി. ഓനാ പെണ്ണിനെ കാട്ടിയത്. എന്നാലും ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ മനുഷ്യന്മാരായാലേ? എൻ്റെ റബ്ബേ, ഞാൻ പറഞ്ഞേക്കണോ ഓൻ്റെ ബാപ്പാനോടോ അടുപ്പിച്ചനെ ചെയ്യരുത്. പുറത്താക്കി, വാതിലടിച്ച് പുറത്താക്കിക്കണ്. ഞാൻ ഓനോട് കേറ്റുന്നില്ല. ഇനി ഓൻ അത്രക്കും അങ്ങനത്തെ സ്വഭാവക്കാരനായിപ്പോയി. ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ. ഓൻ എന്താ പറ്റിയതാവോ? എന്നാലും ആ കുട്ടീനെ അവൻ കാട്ടണത് അല്ലാത്തൊരു പുതുമന്നെ. ഞാനിങ്ങനെ ഉപദേശിക്കലാണ്, മോനെ ഇടയ്ക്ക് വിളിക്ക്. അന്ന് 1.5 മാസത്തോളം വിളിക്കാതെ ഉണ്ടാകാതെ നിന്നില്ലേ, അന്ന് കുറേ ഞാൻ ഉപദേശിച്ചിരിക്കണം, വിളിക്ക് മോനെ, ഓള് പാവം പെൺകുട്ടിയല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പം എന്താ, ഓന് ഓരോ പെണ്ണുങ്ങളെ വലിച്ചിങ്ങോട്ട് വരികയല്ലേ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിൻ്റെ കുട്ടീനെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട. അവളുടെ ഉമ്മ പറയുന്നു, ഞങ്ങളുടെ കുട്ടീനെ കൊണ്ടുപോവാണ്, ഇനി ഒരിക്കലും നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കൂല, ഓൻ്റെ കൂടെ തീരെ പറഞ്ഞേക്കൂല. താത്ത, എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഓളെന്ന് വെച്ചാൽ നല്ലൊരു മോളായിരുന്നു. ആയിക്കോട്ടെ, സാറില്ല, ഞങ്ങളെ കുട്ടികളെ നോക്കിക്കോളാം. എനിക്കെൻ്റെ കുട്ടിയെ നോക്കാൻ ഒരു പണിയില്ല, പഠിച്ചോണ്ടല്ലോ ഞങ്ങളുടെ കൂടെ. ഇങ്ങനത്തെ മരുക്കളൊക്കെ കിട്ടിയിട്ട് എന്താ മക്കളമ്മട്ടം കാട്ടണേ? താത്ത, നിങ്ങളെ തീരുമാനം നല്ല തീരുമാനമാണ്, അതെടുത്തത് നന്നായി. അല്ലെങ്കിൽ സിനാൻ്റെ കൂടെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞേക്കരുത്. അന്ന് തന്നെ എനിക്കത് ഇഷ്ടമില്ല. ഓലെടുക്കോ എന്താ പറഞ്ഞത്, ഓലെ എവിടെ റിസോർട്ടിക്കോ അവിടേക്ക് ടൂറ് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാ റബ്ബേ ഓൻ്റെ കൂടെ വിട്ടത് എന്ന്. അങ്ങനെയാണ്, എന്താ ഇപ്പോൾ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വരാനുള്ളത് വൈക്ക് തങ്ങൂലല്ലോ. ഏതായാലും ആ ഒരു ഇത് അറിഞ്ഞതുകൊണ്ട് ഓൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാനായി. ഇനി ഒരിക്കലും സിനാൻ വരുമ്പോൾ ഓളെ കാണിച്ചും കൊടുക്കരുത്, ആ പരിസരത്ത് ഞാൻ അടുപ്പിച്ചരുത്, ആട്ടി വിട്ടോണ്ടി. ഉമ്മ അത് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. ശരിക്കും ICUവിൽ നിന്ന് ഉമ്മയുടെ ആ ഒരു ഫോൺ കോൾ ശരിക്കും മുഹ്സിന കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നി. റബ്ബേ, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? സിനു അപ്പോൾ എന്നെ കരുതിയ കുട്ടി ഒഴിവാക്കാൻ നിൽക്കായിരുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവിടെ ഒരു പെണ്ണുണ്ടല്ലോ സിനുവിന്, അവരൊരുമിച്ച് ജീവിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. പക്ഷേ സിനുവിനെ മറക്കാൻ എനിക്ക് കഴിയണില്ല, അതാണ് എനിക്ക് വലിയ ഇടങ്ങാറ്. അവൾ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോളെ, ഈ എന്തിനെ കരയണത്? ഉമ്മ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവാണല്ലോ. ആരാ മോളെ? എൻ്റെ ഉപ്പാനെ നല്ല സ്നേഹിച്ചിരുന്നു, പക്ഷെ എൻ്റെ ഉപ്പ എന്നെ ഇട്ടിട്ട് പോയി. അത് കേട്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ സിനു, ജീവിതത്തിൽ അത്രയ്ക്കൊരാളെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ എല്ലാമായിരുന്നു. സിനുവും എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല. മോളെ, അല്ലെങ്കിലും പുറത്ത് ചിരിക്കണോലേ ഉള്ളിൽ ചതിയന്മാരായിരിക്കും. ഇപ്പം എനിക്ക് ഏറെക്കുറെ മനസ്സിലായില്ലേ? സിനു പറഞ്ഞ പിന്നാലെ അടുക്കല്ലേ എനിക്ക്? സിനു വിളിച്ചാൽ ഓക്കെ, പിന്നെ ഒന്നുമില്ല. ഇപ്പം ഒക്കെ ശരിയായില്ലേ? ഓനെ ഇങ്ങോട്ട് അടുക്കണില്ലല്ലോ ഹോസ്പിറ്റലിലേക്ക്. എങ്ങനെ അടുക്കണ്? അല്ലെങ്കിൽ ഒന്ന് തന്നെ കാണാൻ വരെ വർത്താനം പറയുക ചെയ്യേ, അതും ചെയ്തിട്ടില്ല. എന്തൊക്കെ തന്നെ ആയാലും വല്ലാത്തൊരു കെണിയായിപ്പോയി. ആണ്ട് വേഗം ഒഴിവാക്കുക. അതന്നെ. മുഹ്സിനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. ഉമ്മ, മോളെ, ഓനൊരു പെണ്ണുങ്ങളെ കെട്ടി കൊടുന്നിക്കണില്ലേ, ഓളെ കൂടാണ് ജീവിച്ചോട്ടെ. ഞമ്മക്കിപ്പോൾ എന്താ, നമുക്ക് ഇതിനേക്കാളും നല്ലത് കിട്ടും, പഠിച്ചറബ് നല്ലത് തരും. വേണ്ടുമ്മ, ജീവിതത്തിൽ ഒരു ഭർത്താവ് എനിക്ക് മതി, അത് സിനു മാത്രം. ആഹാ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഓനെ മനസ്സിൽ വെച്ചിരിക്കുകയാണോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. സിനു ഷാഹിനിയുടെ കൂടെ സുഖമായി ജീവിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലമ്മ.
പൊന്നു മോളെ ഈ വിഷമിക്കല്ലേ, എൻ്റെ കുട്ടി വിഷമിക്കാതിരിക്ക്. എന്നാൽ ഈ സമയം സിനാൻ്റെ ഉമ്മയുടെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നിരുന്നു. പഠിച്ചോനെ, റിസോർട്ടിൽ അവിടെയും ഇവിടെയൊക്കെ പോയി പാർത്തിക്കണേ, എന്തൊക്കെയാണാവും ഈ സ്ഥിതി. ഒന്നേതായാലും ഞാൻ കലക്കി കളഞ്ഞേക്കണേ. ഇനിയിപ്പോൾ ഇത് എന്താന്നാവും, അതൊക്കെ ഉണ്ടായി കിട്ടിയ പിന്നെ പറയും വേണ്ടിരില്ല. അതാ ഞാൻ മതിയായിരുന്നു. വല്ലാത്തൊരു അതിനും വേണ്ടിയിട്ടില്ല ഓന് വയനാട്ടിലേക്ക് റിസോർട്ടിലേക്ക് പാർക്കാൻ എന്തിനും പോയത്. ഞാൻ അപ്പളേ പറഞ്ഞേക്കണ് പോരുതെന്ന്, പറഞ്ഞത് കേൾക്കാതെ പോയി. ഇനിയിപ്പോൾ എന്തായി തീരും ആർക്കറിയാം. ഡോക്ടർമാരിന് എന്തേലും മരുന്ന് കൊടുത്താണ് കളഞ്ഞാൽ മതിയായിരുന്നു അതൊക്കെ. അഥവാ ഉണ്ടെങ്കിൽ ആകെ ഇടങ്ങാറായിരുന്നു. എൻ്റെ റബ്ബേ. സിനാൻ്റെ ഉമ്മാക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഈ സമയം അതാ ഷാഹിന, അല്ലുമ്മ ചോറൊന്നായില്ലേ? അതാ അങ്ങോട്ട് വരുന്നു. മോളെ, ഇന്നിപ്പോൾ ചോറൊന്നും ആയിട്ടില്ല. അതെന്താ നമുക്ക് നേരത്തിനും കാലത്തെ ചോറ് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ഉമ്മ കറക്റ്റ് ടൈമിന് ചോറും കറിയൊക്കെ തരുന്നതാണ്. എന്ത് ഇതൊന്നും വെക്കാത്തത്? മോളെന്ന് ചെറിയ പ്രശ്നവും കാര്യം എന്ത് പ്രശ്നമായാലും ഉമ്മ തിന്നാണ്ടാക്കിയിട്ടില്ലേ? എൻ്റെ അമ്മ, എനിക്ക് പിന്നെ അടുപ്പത്തത്തെ പണിയൊന്നും വല്ലാതെ പരിചയമില്ല. വേഗം കണ്ട് ചോറ് വെച്ചുകൂടി. ഞാൻ ഒന്നുകൂടി പോയി കിടക്കട്ടെ. ഷാഹിന ഒന്നുകൂടി അവളുടെ റൂമിലേക്ക് പോയി. റഷീദ ഉമ്മക്ക് കലി കയറുന്നു. എൻ്റെ റബ്ബേ, ഈ ചെക്കൻ എൻ്റെ തലയിൽ കുടന്ന് ഇട്ടൊരു സാധനം. ചോറായില്ലെന്ന് വെച്ചോളും വരികയാണ്. ഉമ്മ വേഗം വെള്ളം വെച്ച് അതാ അരിയിടുന്നു. അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് വയ്യ, ചോറ് വെളുമ്പണില്ലേ? എൻ്റെ റബ്ബേ, ഇതൊക്കെ രാവിലെ കഴിച്ചു വെക്കണ്ട, എന്നിട്ടല്ലേ പ്രശ്നങ്ങൾക്ക് നിൽക്കുക. നാളെ രാവിലെ മുതൽ ഇവിടെ ചോറും കറിയൊക്കെ വേഗം ആക്കി വെച്ചോണ്ടിട്ടോ. എന്നിട്ട് നിനക്ക് എന്തിനേ നിന്നോളി, ഫോൺ വിളിക്കും അതിനെന്തിനൊക്കെ. റഷീദ ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു. പടച്ച റബ്ബേ, ഇവള് ഇങ്ങനെയൊക്കെ നായം വെക്കുമായിരുന്നോ? ഇതുവരെ പച്ച പാവായിരുന്നല്ലോ, ഇപ്പം എന്താ റബ്ബേ ഇങ്ങനെ? എന്താ നോക്കണേ ഇങ്ങനെ? ആയില്ലേ? എന്നാ ഈ മീനൊന്നുണ്ട് മുറിച്ചാൻക്ക്. മീന് ഞാൻ കയ്യമ്മ തുടരേ ഇല്ല, പിന്നെ അത് സ്മെല്ലാണ് പോയി കിട്ടൂല. അയ്യേ, ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മീനൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ വേലക്കാരത്തിയാളിനെ ഉണ്ടാക്കലാണ്, അല്ലാതെ ഞങ്ങളാരും മീനൊന്നും തുടരില്ലേ. ശരിക്കും സിനാൻ്റെ ഉമ്മ പെടുകയാണ്. അവർ വേഗം അതാ മീൻ മുറിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ചോറ് അടുപ്പത്തിട്ടുണ്ട്. പഠിച്ചോൻ അത് വേറോ. ഷൈന, എന്താ ആ ചോറിന്ന് വന്നിക്കണം നോക്കുവോ? ഞാൻ ഇവിടെ മീൻ കൈമലാക്കിക്കണ്. ചോറ് വന്നിക്കണം നോക്കാൻ അതൊക്കെ അത് നായിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്ത് ഈ അടുപ്പത്തെ പണിയൊക്കെ എന്നെ കൊണ്ട് പറയണത്? എനിക്കതൊന്നും ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഉമ്മ പെട്ടെന്ന് കൈ കഴുകി അതാ ചോറ്. പഠിച്ചോനെ, ചോറ് നല്ലോണം വന്നിക്കണ്. അത് ഊറ്റിയെടുക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ മീനും മുറിക്കാണ്ട്. അപ്പേ അകടിച്ചോര് തുടച്ചിട്ട് 2-3 ദിവസമായി. മുറ്റാണെങ്കിൽ അങ്ങനെ കിടക്കണ്. എന്താ ഞാൻ ചെയ്യുക? ഇവിടെ എന്തിനാ ഇവിടെ നിർത്തിക്കണേ? എനിക്കറിയണില്ലേ. റഷീദ് ഉമ്മ ശരിക്കും പ്രാഗി പറഞ്ഞു. എൻ്റെ പണി തന്നെയാണ്, എല്ലാം എൻ്റെ പണിയാണ്. എനിക്ക് കിട്ടേണ്ടത് തന്നെയാണിത്. ഞാനാണ് തറവാട്ട് പറഞ്ഞ പെൺകുട്ടികളെ കൊണ്ടുവരണം എന്ന് തിരക്കൂടിയത്. കൊണ്ടുവന്ന് തന്നു. കൊണ്ടുവന്ന് തന്നിക്കണ്. നല്ല തറവാട്ടുകാരിയെ തന്നെ, തടി അനങ്ങാത്ത തറവാട്ടുകാരി. റഷീദ് ഉമ്മ ആകെ പുലമ്പിക്കൊണ്ടിരുന്നു. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പെടലായിപ്പോയി പെട്ടത്. ഇതെന്താ നീ കാട്ടെനിക്ക് അറിയണില്ല. മുസ്സിനുണ്ടായിരുന്നെങ്കിൽ എല്ലാ പണിയും വൃത്തിക്കും വെടുപ്പിനും കഴിച്ചീനും. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ വേഗം മീൻ മുളകിടുന്നു. ചോറും ഊറ്റി വിളമ്പി വെച്ചു. ഉമ്മ, ആയില്ലേ? ഇതെന്താ മീൻകറി ചോറ് മാത്രം? കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടായിക്കൂടെ? ഫ്രിഡ്ജിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കട്ട് ചെയ്ത് തന്നൂടെ? ഉമ്മ വീണ്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരുമ്പോഴേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? വീട്ടിലത്തെ ജോലിയും ചെയ്യേണ്ട രാജകുമാരിയെ പോലെ നിന്നാ മതിയെന്ന്. ഇപ്പൊ എന്താ ഭക്ഷണം പോലും ശരിക്കും കിട്ടണില്ലല്ലോ. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. നിൽക്കാൻ പ്രയാസം തോന്നുന്നുണ്ട് ഇവിടെ. റഷീദ് ഉമ്മ ശരിക്കും ഞെട്ടി. പഠിച്ചോനെ, കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥ ആകുമോ? എനിക്കറിയുന്നില്ല. എൻ്റെ റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? മോൾട്ടിയെങ്കിലും വിളിച്ചൊന്ന് കാര്യം പറഞ്ഞാലോ? വേണ്ട, ഓലൊക്കെ എന്നെ കളിയാക്കും. എൻ്റെ പണി തന്നെയല്ലേ, ഞാൻ അനുഭവിച്ചേ സഹിച്ചേ പറ്റൂ. ആ സിനാനെ തേണ്ടി എവിടെ പോയി കിടക്കാനാവോ? കൊണ്ടുവന്ന് വെച്ചൊരു മുതല്. ഉമ്മ ആകെ പെട്ടുപോയി. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ചോദിക്കാനും പറയാനും അതിനും ആരുമില്ല. എല്ലാം സഹിക്കന്നെ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ,
സിനാന്റെയും മുഹ്സിനയുടെ ജീവിതം ഇനി എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇടണേ. ഇൻഷാ അല്ലാ. അപ്പൊ നാളെ കാണാട്ടോ.